അയ്യപ്പേട്ടാ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എന്താ പറയുക ഉൾപ്പുളകം കൊള്ളുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്തായാലും അദ്ദേഹത്തെ ഉൾപ്പുളകം കൊള്ളിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇറങ്ങുകയാണ്. ഈ 20-ാം തീയതി ഇറങ്ങുമെന്നാണ്, 21-ന് ഇറങ്ങുമെന്നാണ്. പിണറായി ദ ലെജൻഡ് ഡോക്യുമെന്ററിയാണ് മുഖ്യനെ കുറിച്ച്. അപ്പോൾ പുകഴ്ത്ത് പാട്ടൊന്നും പോരാതെയാണ് ഇദ്ദേഹം ഈ പണിക്ക് കൂടി ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ആര് പറഞ്ഞു പുകഴ്ത്ത് പാട്ടം? പുകഴ്ത്ത് പാട്ടല്ലേ, പുകഴ്ത്ത് പാട്ടം ഡോക്യുമെന്ററി ആണിത്. ഇത് ഡോക്യുമെന്ററി. നേരത്തെ പുകഴ്ത്ത് പാട്ടായിരുന്നു. ആ പുകഴ്ത്ത് പാട്ടിനെ മുഖ്യമന്ത്രി ഖണ്ഡിച്ചു. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഒരാൾക്ക് എന്നെ കുറിച്ച് ഒരു പാട്ട് എഴുതണമെന്ന് തോന്നി, ആ പാട്ട് എഴുതാൻ ഞാൻ അയാളോട് പറഞ്ഞു. ഇത് മുഖ്യമന്ത്രിയുടെ ഭാഷ, ഞാൻ അതേപോലെ പറഞ്ഞതേ ഉള്ളൂ. ഒരാൾക്ക് നമ്മളെ കുറിച്ച് നന്നായി പറയണമെന്ന് തോന്നി, നന്നായി പറയണമെന്ന് പുകഴ്ത്തൽ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതുണ്ടോ? അപ്പോൾ പുകഴ്ത്തൽ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയും എന്ന് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സ്വാഭാവികമായി അദ്ദേഹം അതല്ലേ പറയുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാൻ ആളില്ലാത്തത് കൊണ്ടാണല്ലോ പറഞ്ഞു പറയിപ്പിക്കുന്നത്. നേരെ ജനങ്ങളാണല്ലോ അദ്ദേഹത്തോട് പറയേണ്ടത്. നിങ്ങൾ മാസാണ് എന്ന് പറയേണ്ടത് ജനങ്ങളായിരുന്നു. നിങ്ങൾ പുലിയാണ്, മാസാണ്. ആര് പറഞ്ഞു പറയുന്നത്? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുക. പാർട്ടിക്കാരെ പോലും പൈസ കൊടുത്ത് പറയിപ്പിക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ വെറുതെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുന്നുണ്ട്, പ്രജിതയ്ക്ക് അറിയില്ല, പിണറായി വിജയൻ പുലിയാണ്, പിണറായി വിജയൻ മാസാണ്, പിണറായി വിജയൻ മാടയാണ്, കോടയാണ്, ഇതൊക്കെ പറയണ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാ. നിങ്ങളും ഞാനും പറയൂലായിരിക്കും. ചേട്ടാ, റാൻമൂളികൾക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. റാൻമൂളികളാണ് ഇപ്പൊ CPM. അതിന് ഉദാഹരണമാണ് പ്രമോദ് പയ്യന്നൂർ. പ്രമോദ് പയ്യന്നൂർ ഇപ്പോ ചിത്രസേനായിരുന്നു ഏറ്റവും അവസാനം. അതെ, ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർ ആയിപ്പോയ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ചിത്രസേനൻ പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ എൻ്റെ അടുത്ത് ഒരു കവിത എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിണറായിയെ കുറിച്ച് ഒരു കവിത എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത്, അത്രയും ഞാൻ ചെയ്തോളാം എന്നാണ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചിത്രസേനൻ എന്നിട്ട് കാശ് കൊടുത്തു. ചിത്രസേനന്റെ താൽക്കാലിക ജീവനക്കാർ, റിട്ടയർ ആയ ചിത്രസേനനെ താൽക്കാലിക ഞാൻ ജീവനക്കാരനാക്കി. ഇപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത് പ്രമോദ് പയ്യന്നൂര് ഭയങ്കര സംവിധായകനാണ്. നിങ്ങൾക്കൊല്ലം അറിയോ? പ്രമോദ് പയ്യന്നൂർ ഭയങ്കര നാടക സംവിധായകനാണ്. അപ്പൊ പുലിയാണ് അദ്ദേഹം. ഈ കലാരംഗത്ത് ഭയങ്കര കൈരളിയിൽ ജോലി ചെയ്ത ആളാണ്. കൈരളി ജോലി ചെയ്ത ആളാണ്. അതായത് കാലാകാലങ്ങളിൽ CPM ഭരണത്തിൽ വരുമ്പോൾ അവരെ ഒട്ടി നിൽക്കുന്ന കുറെ ഇത്തിൽക്കണ്ണികളുണ്ട്. ഈ ഇത്തിൽക്കണ്ണികളെ ഈ പാർട്ടി പല സ്ഥലങ്ങളിലും ഈ സർക്കാരിന്റെ കാശ് കൊടുത്ത്, ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് എവിടെയെന്നറിയോ? ഭാരത് ഭവനിലെ മെമ്പർ സെക്രട്ടറിയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തെങ്കിലും മെറിറ്റില്ലാതെ ആക്കുമെന്ന്. മെറിറ്റ് ഉണ്ട്. ഈ സ്തുതിപാഠകമാണ് മെറിറ്റ്. അതേ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റൂല. എനിക്ക് അതിനുള്ള ഉളുപ്പില്ല. എനിക്ക് പറയുന്ന പോലെ എനിക്ക് പറ്റൂല. എനിക്കുള്ളത് മതി. എനിക്കിപ്പോൾ ഇരിക്കാൻ ഒരു ചെയർ, ഒരു സ്റ്റൂളാണ് കിട്ടണമെങ്കിൽ ഞാൻ ആ സ്റ്റൂളിൽ ഇരുന്നോളാം. എനിക്ക് കഴിക്കാൻ ഇപ്പോൾ പഴങ്കഞ്ഞിയാണ് തരണമെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കാൻ 2 ദോശയാണ് തരണം, ചമ്മന്തി ആണെങ്കിലും കഴിച്ചോളാം. എനിക്ക് ആരെയും സ്തുതി പാടാൻ എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരെയും സ്തുതി പാടിയിട്ടില്ല. അപ്പൊ അങ്ങനെ സ്തുതിപാഠകരെയാണ് ആവശ്യം. അപ്പൊ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയായിട്ട് പ്രമോദ് പയ്യന്നൂർ ഇരിക്കുന്നത് പോലെ നിരവധി പേര് ഇങ്ങനെ ഞങ്ങള് പണ്ട് ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും, ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ ഞങ്ങളുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകും. ഞങ്ങൾ വലിയ പത്രങ്ങളിലെ ആൾക്കാരൊന്നുമല്ല. ഞാനന്ന് ദീപികയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള മംഗളം പത്രത്തിലൊരു സുഹൃത്ത്, ഞങ്ങളിങ്ങനെ ആക്സിഡൻ്റലി പ്രമോദ് പയ്യന്നൂരിനെ പോലുള്ള ചില ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിസരത്തോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസ് പരിസരത്തോ കാണും. അപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഞങ്ങളെ അറിയായിരിക്കും. ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് ചറുക്കിയിട്ട് ഈ വഴി പോകാനുള്ളവൻ ഈ വഴി പോകും. അപ്പോൾ ഇവ എൻ്റെ അടുത്ത് പറയും, അയ്യപ്പ ഈ ഇത്തിൽക്കണ്ണി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ സുഹൃത്താണ്. ഈ ഇത്തിൽക്കണ്ണി വന്നിട്ടുണ്ട്, എന്തോ ഇവ ഇവിടുന്ന് മറിച്ചിട്ടേ പോവുള്ളൂ. ഇത് ഞങ്ങൾ അന്ന് ആദ്യം കാണുന്നതാണ്. പിന്നെയാണ് പത്രവാർത്തയിൽ ഇതേപോലുള്ള വാർത്തകൾ വരും. ഇന്നത് ചെയ്യുന്നു. അപ്പോൾ അവ എന്നെ കാണുമ്പോൾ പറയും, നമ്മളന്ന് പറഞ്ഞില്ലേ, ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ ഞങ്ങളുടെ നിരീക്ഷണമൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ വെറുതെ പറഞ്ഞു കളയുന്നതാണ്. കാലാകാലങ്ങളിൽ ഇങ്ങനെ ഭരണം വരുമ്പോൾ കുറേ എണ്ണം ഇങ്ങനെ കയറി വരും. ഇപ്പം ഇത് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇവരുടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനാണ് പൂവത്തൂർ ചിത്രസേനൻ പാട്ട് എഴുതിയത്. അതിനെ മുഖ്യമന്ത്രി സാധൂകരിച്ചു. ഇപ്പൊ ഈ ഡോക്യുമെന്ററി വരാൻ പോകുമ്പോൾ നേരത്തെ തന്നെ ഈ വാർത്ത വന്നു. ഇതിപ്പോ വന്നതല്ല, ഏഷ്യാനെറ്റിലൊക്കെ വാർത്ത വന്നു.
MK ഷിജു അത് വാർത്ത അടിച്ചതാ. അപ്പൊ ഈ വാർത്ത വന്ന സമയത്ത് ഈ വാർത്ത വന്നതിന് ശേഷം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ രാജാവ് നഗ്നനാണ് എന്നൊരു കൊച്ചുകുട്ടി വിളിച്ച് പറഞ്ഞില്ലേ, രാജാവ് ഇങ്ങനെ കാണിച്ച് ഓരോന്ന് കാണിച്ച് കിടന്ന് ഈ പിന്നെ രാജാവിൻ്റെ അടുത്ത് വസ്ത്രം ധരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതാ അങ്ങ് വസ്ത്രം ധരിക്കുന്നു, ഇതങ്ങ് വസ്ത്രം ധരിച്ചു കഴിഞ്ഞ് നഗ്നായി നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തിൽ രാജാവ് നഗ്നനാണ് എന്ന് ബോധ്യമുള്ള ഈ സംഘടനയിലെ ആൾക്കാർ AK സെന്ററിൽ വെച്ചിട്ട് ഈ ഇടയ്ക്ക് ഈ പറയുന്ന എംപ്ലോയീസ് അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറി ജനറൽ സെക്രട്ടറി തമ്മിൽ തർക്കത്തിലായി. എന്തിനിടെ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി എന്നൊക്കെ ചോദിച്ചു. ഇത് പാർട്ടി CPM ആണ്. പിണറായി വിജയൻ തിരിച്ചു ചോദിച്ചു, ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ വേണ്ടെന്ന് പറയുമെന്ന്. അപ്പൊ CPM-കാർക്കിടയിൽ CPM-ൽ തന്നെ VS അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഈ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾ പുകഴ്ത്തിയപ്പോൾ അന്ന് ആദ്യം എതിർപ്പ് പറഞ്ഞ വ്യക്തി ഈ പിണറായി വിജയനാണ്, അല്ലെ? ആ പിണറായി വിജയനാണ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അതെ VS-ന്റെ പോരാട്ടങ്ങളെ കുറിച്ച് അന്നിവിടെ ഡോക്യുമെന്ററി ഒന്നും ആരും നിർമ്മിച്ചില്ല. അല്ല, അത് പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യക്തിപൂജയാണെന്ന് പറഞ്ഞത്. അതെ, അപ്പൊ അന്ന് വ്യക്തിപൂജയാണ് അല്ലെ, അത് വ്യക്തിപൂജയാണ്. അപ്പൊ തനിക്ക് എന്ത് കുന്തവും കാണിക്കാം. തീർച്ചയായിട്ടും ആശാൻ അടുപ്പിൽ തന്നെ ആകാം. അപ്പൊ അതാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കാലാകാലമായി, അത് ഏതാണ്ട് 20 വർഷത്തിനിപ്പുറം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അത് തന്നെ 20 വർഷമായി. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി 15 കൊല്ലമാണെങ്കിൽ 15, 10, 25 കൊല്ലമായി. അപ്പോ അന്ന് VS-നെ പറയുന്നതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. VS ചുമ്മാ കയറി ലെജൻഡായൊന്നുമല്ല. അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം വയസ്സായി വീട്ടിലിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, പാടിയാലും പാടി പുകഴ്ത്തിയില്ലെങ്കിലും പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്താൻ ഈ സമൂഹത്തിന് അറിയാം. അതിങ്ങനെ പറഞ്ഞു പാടി പുകഴ്ത്തേണ്ടതല്ല. അപ്പൊ അത് ഈ പറയുന്നതിൽ തർക്കമുണ്ടായി. AK സെന്ററിൽ പ്രസിഡന്റും ഹണിയും ജനറൽ സെക്രട്ടറി അശോകനും തമ്മിൽ തർക്കമുണ്ടായി എന്നാ പറയുന്നത്. അതെ, ഈ കാര്യത്തിന്റെ പേരിൽ KN അശോകനും പ്രസിഡന്റ് ഹണിയും, ഈ ഹണി ഇരുന്നുകൊണ്ടാണ് പാട്ട് പാടുന്നത്. ഹണിയാണ് ഇരുന്ന് പാട്ട് പാടിക്കുന്നത്. അന്ന് കളിയാറ്റൊക്കെ പറഞ്ഞു. കാര്യം ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടല്ലോ കുറെ DA ഒക്കെ കൊടുക്കാനുണ്ട്, ശമ്പള കുടിശ്ശിക കുറെ കൊടുക്കാനുണ്ട്. അപ്പൊ അല്ലയോ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുപാട്ട് പാടുകയാണേ, ഞങ്ങളുടെ DA തരണേ എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചതെന്ന് മറ്റു സംഘടനകൾ പറഞ്ഞു. ചേട്ടാ, 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ്. 15 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, പൊതുജനങ്ങളുടെ പണം എടുത്ത് 15 ലക്ഷം രൂപ. എടോ, ഇതൊക്കെ ഞങ്ങൾ കാണിക്കും, കാണിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യും? ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി. ഏത് ധാർമ്മികത? എന്ത് ധാർമ്മികത? അതിനു മുമ്പ് തിരുവാതിരയ്ക്കും പാട്ട് എഴുതിയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു. അതെ, പാർട്ടി സമ്മേളനത്തില്. അതെ, ഇതാണ് ഇത് ഞാൻ പറഞ്ഞു തരാം. അതായത് കാലാകാലങ്ങളായി ഈ ലോകത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് അതപ്പതിക്കുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് ഇരുന്ന് തകർന്ന് നാമാവശേഷമാകുന്നത് ഈ ജർമ്മനിയിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്. ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളിലൊക്കെ കമ്മ്യൂണിസം തകർന്നത് അങ്ങനെയാണ്. ഏകാധിപതികളായി, ഛത്രപതികളായി, തങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരു തോന്നൽ ഭരണത്തിലിരിക്കുന്നവർ കാണിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് ഈ പോകുന്നത്. ഇത് കാലാകാലങ്ങളായി ഈ പറയുന്ന രീതിയിൽ ഇത്തിൽക്കണ്ണികൾ ഈ പാർട്ടി ഭരണത്തിൽ വരുമ്പോഴും നല്ല ഏത് പാർട്ടി ഭരണത്തിൽ വരുമ്പോഴും തങ്ങൾക്ക് നേടാനുള്ളത് നേടാനായി ചില ഇത്തിൽക്കണ്ണികൾ കൂടാറുണ്ട്. അതുകൊണ്ട് ഇത്തിക്കണ്ണികൾ കൂടുന്നതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നത്, തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് തലയ്ക്ക് ഓളം വേണ്ട. തലയ്ക്ക് ഓളമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലേ, സ്തുതി പാടൊക്കെ പാടിക്കോട്ടെ. തന്നെ ആര് ചോദ്യം? രോമാഞ്ചം കൊള്ളേണ്ട പ്രായം കഴിഞ്ഞില്ലേ പിണറായി? രോമാഞ്ചം ആര് പറഞ്ഞു കഴിഞ്ഞത്? ഇനി ഒരു അംഗത്തിനും ബാല്യമുണ്ട്, മൂന്നാമതൊരു ഭരണം പിണറായി ഭരിക്കാൻ പോണെന്നല്ലേ പറയണത്? നിങ്ങൾ എന്തായി പറയണത്? അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന പോലെ VS-നെ പറഞ്ഞ പോലെ തന്നെ P ജയരാജന് കണ്ണൂര് P ജയരാജൻ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഇതിനകത്ത് എന്തറിയോ, ഉറപ്പുള്ളവന്മാരും ഈ പാർട്ടിക്കകത്തില്ല. ഉറപ്പുള്ളവന്മാര്, എനിക്ക് ഭാഷ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയത്ത, ഉറപ്പുള്ളവന്മാർ ഈ പാർട്ടിയിലില്ല. അതെന്നേ പോയി കഴിഞ്ഞു. അപ്പൊ ആദ്യം വേണ്ടത് ഉറപ്പുള്ളവന്മാർ ഈ പാർട്ടിയിൽ ഉണ്ടാവണം. എങ്കിലേ ഇതേ കണക്കുള്ള പുകഴ്ത്തുപാട്ടലുകൾ നിൽക്കുള്ളൂ എന്ന് സമൂഹത്തിന് പറയാനുള്ളൂ.